നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയാണെന്ന് പിള്ളേർക്ക് ഇതുവരെ അറിയത്തില്ല. ഈ പടം കണ്ടവർ ശാലിനിയെ കാട്ടിക്കൊടുത്താൽ വിഷ്ണു പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവളെ സത്യഭാമയ്ക്ക് മുമ്പിലെത്തിക്കും. പിന്നെ സത്യഭാമയുടെ അനുമതിയോടുകൂടി തന്നെ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും. ആര് പറഞ്ഞിട്ടാണോ ഈ രേഖാചിത്രം വരച്ചത്? ഈ കുട്ടി പറഞ്ഞിട്ടാ സാർ. മോളുടെ ആയിരുന്നു മോള്. പൊട്ടിപ്പോയല്ലോ മോളെ. ഇവളോ? എന്താണ് ഇത്? പോലീസ് സ്റ്റേഷനോ അതോ കിണ്ടർ ഗാർഡനോ? സോറി സാർ. എന്തോ സോറി? എന്ത് കുന്തോടെ അവിടെ നടക്കുന്നേ? സോറി സാർ. ഈ കുട്ടിയുടെ ചേച്ചിയമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതിയായിട്ട് വന്നതാ. കുട്ടിക്കാലത്ത് ഒരു പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവരെങ്ങനെ ഇരിക്കുന്നെന്ന് അറിയാനായിട്ട് പിള്ളേർക്ക്. അപ്പൊ താനങ്ങൾ സഹായിച്ചു കൊടുത്തു അല്ലേ? അതെ സാർ. എടോ, ഓലപ്പിപ്പി പ്ലാവലത്തൊപ്പിയുണ്ട്. പിള്ളേരുടെ കളറി പോലീസ് കളിക്കാനല്ല. സർക്കാർ നിനക്ക് യൂണിഫോം തന്നെ ഈ കസേര എടുത്തേക്കുന്നത്. സാർ, ഇവിടെ ഒരുപാട് രേഖാചിത്രം വരയ്ക്കണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അത് സംബന്ധിച്ചുള്ള അനുമതി വാങ്ങണമെന്നും തനിക്കറിയില്ലടോ? അറിയാം സാർ. പിന്നെ എന്ത് കോപ്പട അവിടെ കാണിച്ചു വെച്ചേക്കുന്നേ? നിന്റെ തൊപ്പി എറിയുന്ന കാണണോ? വേണ്ട സാർ. മാറിക്കണോ അങ്ങോട്ട്? അവന്റെ ഒരു പടം വരപ്പ്. വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയാണെന്ന് പിള്ളേർക്ക് ഇതുവരെ അറിയത്തില്ല. ഈ പടം കണ്ടവർ ശാലിനിയെ കാട്ടിക്കൊടുത്താൽ വിഷ്ണു പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവളെ സത്യഭാമയ്ക്ക് മുമ്പിലെത്തിക്കും. പിന്നെ സത്യഭാമയുടെ അനുമതിയോടുകൂടി തന്നെ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും. പിന്നെന്റെ സുസ്മിത മോള് വൈകുവോളം വെള്ളം കോരുന്നതിനാ. പടം ഒന്ന് കാട്ടണേ. ഇതോ? അയ്യോ അങ്കിൾ, അത് കേറിപ്പോവും. ശരി, കേറണ്ട. ചേച്ചിയമ്മയുടെ പടം ഒന്ന് കാട്ടണേ അങ്കിൾ. പ്ലീസ് അങ്കിൾ, ഒന്ന് കാട്ടി തരണേ. പിള്ളേരാ പെറുകണിയാന്ന് ക്ഷമിക്കുന്നതോറും തലകേറി നിറഞ്ഞോടി. പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണേ നിനക്ക്. നിന്റെയൊക്കെ കളിപ്പുള്ളിയാണോടി പോലീസ്? കടി പടം വരപ്പിക്കാൻ വന്നേക്കുന്നു. പിന്നെ നീ ഒരു കാര്യം മറക്കണ്ട. 2 ദിവസം. അമാവാസിക്കിനി 2 ദിവസമേ ഉള്ളൂ. എന്ന് വെച്ചാ ശാലിനിക്കിനി നിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള അവസാനത്തെ ചാൻസ് കഴിയാൻ പോവാന്നർത്ഥം. ദേ, നീ സത്യം ചെയ്തു തന്നതാ അമാവാസിക്കപ്പുറം അവളെ നീ കാത്തിരിക്കില്ലാന്ന്. മറുപടി പറഞ്ഞിട്ടങ്ങ് പോയാ മതി. എന്റെ ഇഷ്ടത്തിനോ ഇഷ്ടക്കേടിനോ എന്താ പ്രസക്തി? ഒന്നുമില്ലല്ലോ. ഉണ്ടടാ, അക്കാര്യം നമ്മൾ സംസാരിച്ചതുവാ. എടാ, നിന്റെ ഇഷ്ടം നോക്കിയില്ലേ ഞാൻ ഇത്രയും സമയം തന്നത്. ഓ, സമയം തന്നല്ലോ, അത് വലിയ കാര്യം തന്നെയാ. അമ്മ പറഞ്ഞ ഡെഡ് ലൈനെ എന്റെ മനസ്സിൽ കോറിയിട്ട് കഴിഞ്ഞതാ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ എന്തിനാ പിന്നെ?
ഉണങ്ങാത്ത മുറിവിൽ കുത്തി നോക്കുന്നു, ഇതുമായിട്ട് എന്താ വ്യത്യാസം? എടാ, നീ നിന്റെ മനസ്സിലേക്ക് മാത്രം നോക്കുന്നത്, നിന്റെ വേദനകളിലേക്ക്. ചുറ്റുള്ള മനുഷ്യരെയൊന്നും നീ കാണുന്നില്ല. ആരെ ഞാൻ കാണാത്തെ? എന്റെ കാഴ്ചയ്ക്ക് ഒരു തകരാറുമില്ല. കണ്ണിന്റെ തെളിച്ചം കൊണ്ടേ നിനക്ക് എന്നെ കാണാം, അച്ഛനെ കാണാം, ചുറ്റുമുള്ള എല്ലാത്തിനെയും കാണാം. എടാ, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കാണാം അമ്മേ, അതും എനിക്ക് കാണാം. എടാ, എങ്കിൽ നീ എന്നെ വിഷമിപ്പിക്കില്ലായിരുന്നു. എടാ, നിന്റെ ജീവിതം ആർക്കും ഇല്ലാതെ ഇങ്ങനെ നീറിപ്പോകുന്നത് കണ്ട് എന്റെ മനസ്സ് എരിയുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷവും അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നിനക്കതറിയോ? എന്നിട്ടും കഴിഞ്ഞ 6 വർഷമായി നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. എടാ, എനിക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ ജീവിതം തനിച്ചാണല്ലോ എന്നുള്ള ഓർമ്മയിൽ എന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. ഡാ, അമ്മേ, കഴിഞ്ഞ 6 വർഷവും എനിക്ക് മറ്റൊരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയാത്താണോ? അല്ലല്ലോ. അറിയാവിടാ, അറിയാം. നിന്റെ മനസ്സിൽ കല്ലി കൊത്തി വെച്ചിരിക്കുകയാണല്ലോ ഒരു പ്രതിഷ്ഠയെ, ശാലിനിയെ. ആ വിഗ്രഹം എന്നെടുത്ത് പുറത്തു കളയുന്നോ അന്ന് നീ രക്ഷപ്പെടും. അത് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. അമ്മ തന്നെ പറഞ്ഞല്ലോ, കല്ലിക്കുത്തിയ വിഗ്രഹം പോലെയാണ് ശാലിനി എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവള് തന്ന സ്നേഹം കൊണ്ട്. ഈ ലോകത്തിന് മറ്റൊന്നും അതിന് പകരാവില്ല. ഓഹോ, പ്രേമം മനുഷ്യരെ അന്ധരാക്കുന്ന മറ്റ് അറിവുള്ളവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിന്റെ കാര്യത്തിൽ സത്യം. നാഴികയ്ക്ക് 40 വട്ടം നീ ശാലിനി മന്ത്രം ജപിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവള് നിന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അവൾ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടോടാ? അതങ്ങനെ തീർത്തു പറയാൻ പറ്റുമോ? ശാലിനി ഏത് അവസ്ഥയിലാന്ന് നമുക്കറിയോ? ഇല്ലല്ലോ. പിന്നെങ്ങനെ പറയാ? ഡാ, അതറിയാനേ കവടി ഒന്നും നിർത്തണ്ട. ആത്മാർത്ഥതയും സ്നേഹമുള്ളവർ ഏത് അവസ്ഥയിലായാലും തിരഞ്ഞ് തേടി വരും. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും പ്രിയപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കും. എടാ, നീ ഒരു കൈക്കുഞ്ഞല്ല, പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു പുരുഷനാ. എന്നിട്ടും ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കുന്നതും ഇങ്ങനെ വിഷമിക്കുന്നതും എന്തിനാടാ? സ്നേഹം കൊണ്ട്. എടാ, അത് മനസ്സിലാക്കാത്തതാ നിനക്ക് പറ്റിയ തെറ്റ്. അമ്മയെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലേ? അമ്മ തന്നെ അത് പറയണം. എടാ, എന്നെ നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നീ എനിക്ക് ചെയ്തു തന്നാ മതി. ഈ അമാവാസി കഴിയുമ്പോ നീ ശാലിനിയെ മറക്കണം. ഞാൻ ആലോചിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. എന്താ, പറ്റില്ലേ? അമ്മയ്ക്ക് എന്റെ കൂടുതലൊന്നും നീ പറയണ്ട. ഇത് എന്റെ തീരുമാനമാ, അറിയാലോ. ഈ സത്യഭാമയൊന്ന് തീരുമാനിച്ച അത് നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അത് തീർച്ചയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.